Hi, welcome to Study with Z Square. If you like my channel, subscribe, share, like and comment. Hi students, today we are discussing about a new chapter 5, Economic Sources. സാമ്പത്തിക സ്രോതസ്സുകൾ. അഞ്ചാമത്തെ ചാപ്റ്ററാണ് സാമ്പത്തിക സ്രോതസ്സുകൾ. ഈ ചാപ്റ്ററിൽ നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റീസ് അതുപോലെ സെക്ടേഴ്സ് ഉണ്ട്, 3 സെക്ടേഴ്സിൻ്റെ അവയൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം. യു മൈറ്റ് ഹാവ് ഹിയർഡ് ഓഫ് ദി പ്രൊജക്ട് സമ്പൂർണ്ണ വിച്ച് കളക്ട് and records all details related to every student of a school. Given below is a sample of the details of parents occupation recorded by a teacher as part of സമ്പൂർണ്ണ. അപ്പോൾ എന്താണ്, നമ്മുടെ സ്കൂളിലെ ഓരോ കുട്ടികളുടെയും എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്താൻ വേണ്ടി നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് എന്ത്, സമ്പൂർണ്ണ എന്നൊരു പദ്ധതി. ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ടീച്ചർ എന്ത് ചെയ്യാണ്, എല്ലാ കുട്ടികളുടെയും പാരൻസിൻ്റെ ഒക്കുപ്പേഷൻസ് പാരൻസിൻ്റെ ജോലി ടീച്ചർ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യാണ്. സമ്പൂർണ്ണ എന്ന ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ടീച്ചർ എന്ത് ചെയ്യാണ്, എല്ലാ പാരൻസിൻ്റെയും കുട്ടികളുടെ പാരൻസിൻ്റെയും ഒക്കെ ഒക്കുപ്പേഷൻ റെക്കോർഡ് ചെയ്യാണ്. അതിൽ കുറച്ച് ഒക്കുപ്പേഷൻസൊക്കെ അടിയിൽ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ സ്കൂളിൽ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലുള്ള കുട്ടികളോടൊക്കെ പാരൻസിൻ്റെ ഒക്കുപ്പേഷൻ ചോദിച്ചാൽ എല്ലാവരുടെ പാരൻസ് വേറെ വേറെ തരത്തിലായിരിക്കും അല്ലേ. എല്ലാവരും ഒരേപോലെ ജോലിക്കാരാവോ? അല്ല, ഓരോരുത്തരും ഓരോ ഫീൽഡിലാവും വർക്ക് ചെയ്യുന്നത്. ചിലവർ കൃഷിപ്പണിക്കാരാവും. പിന്നെയോ ഓക്യുപ്പേഷൻസ് എന്തൊക്കെയാണ് തന്നതെന്ന് ജസ്റ്റ് നോക്കിയേ. ഫാമിങ്, അതാണ് കൃഷിപ്പണി. പിന്നെയോ എംപ്ലോയിഡ് അറ്റ് ഹോട്ടൽസ്, ചിലവർ ഹോട്ടൽ ജോലി. പിന്നെയോ ടീച്ചിങ്, അധ്യാപകർ അല്ലേ. പിന്നെയോ എംപ്ലോയിഡ് ഇൻ ഫാക്ടറി തൊഴിലാളികൾ. ഗവൺമെൻറ് സർവീസ്, സർക്കാർ ഉദ്യോഗസ്ഥരായി വർക്ക് ചെയ്യുന്നവരുണ്ടാവും. പിന്നെയോ മെഡിക്കൽ ഫീൽഡ്, നമ്മുടെ ഡോക്ടേഴ്സ്, നഴ്സ്, അങ്ങനെയായിട്ട് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഓരോ കുട്ടികളുടെയും പാരൻസ് വേറെ വേറെ തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവരാകും. എല്ലാവരും ഒരുപോലെ ജോലി ചെയ്യുന്നവരാണോ? ഒരേ ജോലിയാണോ എല്ലാ പാരൻസിനും ഉള്ളത്? അല്ല. ചിലവരെന്താകും, ബസ്സിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, അതുപോലെ കൃഷിപ്പണിക്ക് പോകുന്നവരുണ്ടാവും. അങ്ങനെ ഒരുപാട് ജോലി ഉണ്ടാവും അല്ലേ. യു മേ ബി ഫാമിലിയർ വിത്ത് ഓൾ ദീസ് ഒക്കുപ്പേഷൻസ്. നമ്മളിപ്പോൾ പറഞ്ഞ കുറച്ച് ജോലികളൊക്കെ നിങ്ങൾക്കൊക്കെ പരിചയമുള്ളതാണ് അല്ലേ. These are called economic activities because they generate income. ഇവയൊക്കെ എന്താണ് വിളിക്കുക? എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നാണ് വിളിക്കുക. കാരണം എന്താണ്, ഇവയൊക്കെ സാമ്പത്തികമായി ലാഭം തരുന്നവയാണ്. അതുകൊണ്ട് ഇവയെ എന്ത് വിളിക്കും? എക്കണോമിക് ആക്ടിവിറ്റീസ്. വരുമാനം ഉണ്ടാക്കുവാൻ സഹായിക്കുന്ന ജോലികളല്ലേ ഈ നമ്മളിപ്പോൾ പറഞ്ഞതൊക്കെ. ഈ ജോലിക്ക് പോകുന്ന എന്തിനാണ്? നമുക്ക് വരുമാനം ലഭിക്കാനാണ് അല്ലേ. നമുക്ക് ജീവിക്കാനുള്ള വരുമാനം ലഭിക്കാനാണ് നമ്മൾ ജോലിക്ക് പോകുന്നത്. അപ്പോൾ വരുമാനം ലഭിക്കുന്ന പ്രവർത്തനമായതുകൊണ്ട് ഇവയെ എന്ത് വിളിക്കും? എക്കണോമിക് ആക്ടിവിറ്റീസ്. മനസ്സിലായല്ലോ. വരുമാനം ഉണ്ടാക്കുവാൻ സഹായിക്കുന്നത് കൊണ്ട് ഇവയെ എന്ത് വിളിക്കുന്നു? എക്കണോമിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നു. മനസ്സിലായോ? There may be many such economic activities around you. ഇതുപോലെ ഒരുപാട് സാമ്പത്തികമായി ലാഭം ഉണ്ടാക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഐഡൻറ്റിഫൈ ദീസ് ആൻഡ് ആഡ് ടു ടേബിൾ 1. എന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യുക, ഇതൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് ടേബിൾ 1 കൂട്ടിച്ചേർക്കാനാണ് പറയുന്നത്. Among these, some are related to agricultural sector. അപ്പോൾ നമ്മൾ ഇതിൽ എന്താണ് പറയുക, ചിലതൊക്കെ എന്താണ് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. കൃഷിപ്പണി അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടതാണല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ടേബിൾ 1 കണ്ടല്ലോ നിങ്ങൾ, അതിൽ കുറച്ച് ജോലികളൊക്കെ തന്നിട്ടുണ്ട്. അവ കൃഷി മാത്രമായിട്ടാണോ ബന്ധപ്പെട്ടത്? അല്ല. അവ വ്യവസായം, ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട് അല്ലേ. എന്തൊക്കെയാണ്? ഫാക്ടറി വെക്കുന്നവർ, അവരൊക്കെ എന്താണ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ സർവീസ് ചെയ്യുന്ന ആരൊക്കെയാണ്? നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ, അതുപോലെ ഗവൺമെൻറ് എംപ്ലോയീസൊക്കെ എന്താണ് സർവീസ് ചെയ്യുന്നവരാണ്, സേവനം ചെയ്യുന്നവരാണ് അല്ലേ. അപ്പോൾ can you identify other sectors to which these activities are related? അതാണ് ഇൻഡസ്ട്രി സർവീസ് ആക്ടിവിറ്റീസ്. The sector involving activities making direct use of natural resources is called
പ്രൈമറി സെക്ടർ. നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തിക്കാണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവില്ല, നടത്തുന്ന ആക്ടിവിറ്റീസാണ്. അങ്ങനത്തെ ഒരു മേഖലയാണ് നമ്മൾ എന്ത് പറയുക, പ്രൈമറി സെക്ടർ എന്ന് പറയുക. അപ്പോൾ നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസ് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന മേഖലയ്ക്കാണ് നമ്മൾ എന്ത് പറയുക, പ്രൈമറി സെക്ടർ എന്ന് പറയുക. അപ്പോൾ ഏത് മേഖലയാണ് മക്കളെ നമ്മൾ നേരിട്ട് നമ്മുടെ പ്രകൃതിയുമായിട്ട് ഇടപഴകുന്നത്? നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും അല്ലേ? നിങ്ങളെന്താ പറയുന്നേ? അഗ്രികൾച്ചർ ആവും അല്ലേ? എന്താണ്? നമ്മൾ കൃഷിപ്പണിയാണ് അല്ലെങ്കിൽ കാർഷികമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രകൃതിയുമായിട്ട് അടുത്ത് ഇടപഴകുന്നു അല്ലേ? പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന പ്രകൃതിയുമായി അടുത്ത് ഇടപഴകുന്നത് നമ്മൾ കാർഷികമായിട്ടാണ് അല്ലെങ്കിൽ കൃഷിപ്പണിയുമായിട്ടാണ്. അതുകൊണ്ട് ഇവയെ ഈ പ്രൈമറി സെക്ടറിനെ എന്തും കൂടി പറയും, അഗ്രികൾച്ചറൽ സെക്ടർ എന്നും കൂടി പറയും. അപ്പോൾ ആസ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ ഫോം എ മേജർ പാർട്ട് ഓഫ് ഇറ്റ്, ദിസ് സെക്ടർ ഈസ് ആൾസോ കോൾഡ് അഗ്രികൾച്ചറൽ സെക്ടർ. അപ്പം കൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളുണ്ട്. കൃഷിയാണ് ഇതിൽ കൂടുതലായിട്ടും പ്രകൃതിയുമായിട്ട് ഇടപഴകുന്നത്. അതുകൊണ്ട് കൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത് കൊണ്ട് ഇവയെ എന്ത് പറയുന്നു, അഗ്രികൾച്ചറൽ സെക്ടർ എന്നും കൂടി പറയുന്നു. There are economic activities that manufacture goods making use of the products of primary sector as the raw materials. Such activities fall under the secondary sector. പ്രൈമറി സെക്ടറിൽ ഉണ്ടാക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാവില്ല, പ്രൈമറി സെക്ടറിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടാവില്ല, അവയൊക്കെ എന്ത് ചെയ്യുക, റോ മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് പുതിയ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന ഒരു മേഖലയ്ക്കാണ് നമ്മൾ സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡറി സെക്ടറിൽ എന്താണ് റോ മെറ്റീരിയൽസ് ആയിട്ട് വരുന്നത്? നമ്മുടെ പ്രൈമറി സെക്ടറിൽ ഉണ്ടാക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ആണ് നമ്മുടെ സെക്കൻഡറി സെക്ടറിൽ റോ മെറ്റീരിയൽസ് ആയിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? ആ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ട് പുതിയ പ്രൊഡക്ട്സ് ഉണ്ടാക്കുക, അതിനാണ് നമ്മൾ സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്. ഈ സെക്കൻഡറി സെക്ടറിൽ അധികവും ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, വ്യവസായമാണ്. മനസ്സിലായോ? വ്യവസായമാണ് ഈ മേഖലയുമായി അധികവും ബന്ധപ്പെട്ടിട്ടുള്ളത്, അതിനാണ് പ്രാധാന്യവും നൽകുന്നത്. അതുകൊണ്ട് ഇതിനെ എന്ത് വിളിക്കുന്നു? ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നും കൂടി വിളിക്കുന്നു. മനസ്സിലായോ? Such activities fall under the secondary sector as it gives more importance to industrial activities. അപ്പം റോ മെറ്റീരിയൽസ് നമുക്ക് പ്രൈമറി സെക്ടറിൽ നിന്നുണ്ടായി, ഇനി ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് വരണം. ആ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യണം? ഇൻഡസ്ട്രിയിൽ നിന്ന് വേറൊരു പുതിയ പ്രൊഡക്റ്റ് ആവണമെങ്കിൽ ഇൻഡസ്ട്രിയിലേക്ക് വരണം. അപ്പോൾ അതിനെ സെക്കൻഡറി സെക്ടറിനെ നമ്മൾ എന്ത് വിളിക്കും? ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് വിളിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ 2 സെക്ടറുകൾ പഠിച്ചു, പ്രൈമറി സെക്ടർ പഠിച്ചു, സെക്കൻഡറി സെക്ടർ പഠിച്ചു. ഇനിയിപ്പോൾ സെക്കൻഡറി സെക്ടർ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, നമ്മൾ റോ മെറ്റീരിയൽസ് ആയിട്ട് നമ്മളിപ്പോൾ ഒരു ഫുഡ് അല്ലെങ്കിൽ നമ്മളൊരു ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരിതാണെങ്കിൽ അതിൻ്റെ പ്രൈമറി സെക്ടറിൽ എന്ത് വരും? റൈസ്, വീറ്റ് ഒക്കെ വരും അല്ലേ? ആ പ്രൈമറി സെക്ടർ. ഇനി ഈ റൈസും വീറ്റും ഇൻഡസ്ട്രിയിലെത്തിയിട്ട് അവിടുത്തെ ഇൻഡസ്ട്രിയിൽ സെക്കൻഡറി സെക്ടറിലുള്ളവർ എന്ത് ചെയ്യും? അത് ബിസ്ക്കറ്റായിട്ട് ഫോം ചെയ്യും. അപ്പോൾ റോ മെറ്റീരിയൽസ് ആയിട്ട് പ്രൈമറി സെക്ടറിലുള്ളവ, ഈ പ്രൈമറി സെക്ടറിലുള്ളവ എന്ത് ചെയ്യും? ഇൻഡസ്ട്രിയിലേക്ക് വരും. അപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടർ അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നു. അവ എന്താണ്? ബിസ്ക്കറ്റാക്കി മാറ്റും. ഇനി ഈ ബിസ്ക്കറ്റ് നമ്മൾ കടകളിലൊക്കെ എത്തണം അല്ലേ? എന്നാലേ നമുക്കത് വാങ്ങാൻ ലഭിക്കുള്ളൂ. അപ്പോൾ അത് കടകളിലൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് എത്തണം. അതിനും വേണം ഒരു മേഖല. അതാണ് നമ്മൾ ടെറിഷ്യറി സെക്ടർ അല്ലെങ്കിൽ സർവീസ് സെക്ടർ എന്ന് പറയുന്നത്. സർവീസ് സെക്ടർ കളക്ട്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്സ് പ്രൊഡക്ട്സ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടർ. സെക്കൻഡറി സെക്ടറിലുള്ളതും അതുപോലെ പ്രൈമറി സെക്ടറിലും ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്ട്സിനെയൊക്കെ കളക്ട് ചെയ്തിട്ടും അതുപോലെ എല്ലാവർക്കും വിതരണം ചെയ്യുന്നതുമാണ് സർവീസ് സെക്ടറിൻ്റെ പരിപാടി. ഇൻ അഡീഷൻ ടു ദിസ്, ഇതിൽ അതുമാത്രമല്ല, സർവീസ് സെക്ടർ ഇൻക്ലൂഡ്സ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, ട്രാൻസ്പോർട്ട്, പിന്നെയോ ബാങ്കിങ്, IT എക്സെട്ര. ഇതൊക്കെ എന്താണ്? സർവീസ് സെക്ടറിൽ ഉൾപ്പെടും. ടെറിഷ്യറി സെക്ടർ ഇൻക്ലൂഡ്സ് ഓൾ സർവീസസ്. ഈ ടെറിഷ്യറി സെക്ടറിലാണ് എല്ലാ സർവീസും സേവനവും ഉൾക്കൊള്ളുന്നത്. പിന്നെയോ ഇറ്റ് ഈസ് ആൾസോ കോൾഡ് സർവീസ് സെക്ടർ. അതുകൊണ്ട് അതിനെ സർവീസ് സെക്ടർ എന്നും വിളിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, 3 സെക്ടേഴ്സ് നമ്മൾ പഠിച്ചു. പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടർ എന്ന് വായിക്കും. പിന്നെയോ
സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയും, പിന്നെയോ ടെർഷ്യറി സെക്ടർ അല്ലെങ്കിൽ സർവീസ് സെക്ടർ എന്ന് പറയും. അങ്ങനെ 3 സെക്ടർ നമ്മൾ പഠിച്ചു. അതിന് ഡെഫിനിഷനും പറഞ്ഞു തന്നു. ഇനി നിങ്ങൾ അത് എഴുതി തന്നെ പഠിക്കുക, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതി പഠിക്കുക. അല്ലെങ്കിൽ വായിച്ച് നല്ല ഉറക്കെ ശബ്ദത്തിൽ വായിച്ചാൽ വേഗം പഠിക്കാൻ കഴിയും. അപ്പോൾ ഉറക്കെ വായിച്ച് പഠിക്കുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, 3 സെക്ടേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ തന്നെ കേട്ടിട്ട് മനസ്സിലായിട്ട് ഇപ്പം തന്നെ പഠിക്കുക കേട്ടോ. കൂടെ തന്നെ ഇരുന്ന് പഠിക്കാനും ശ്രമിക്കുക. ഓക്കെ. ഈസ് ദർ എനി എക്കണോമിക് ആക്ടിവിറ്റി ദറ്റ് ഡസ് നോട്ട് ഫാൾ അണ്ടർ ദ പ്രൈമറി, സെക്കൻഡറി ഓർ ടെറിഷ്യറി സെക്ടേഴ്സ്? ഡിസ്കസ്. അപ്പോൾ ഈ 3 മേഖലയിലും ഉൾപ്പെടാത്ത ഏതെങ്കിലും എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടോ? ഇല്ല. നോ. Economic growth takes place when primary, secondary and tertiary sectors function as a whole. നമ്മൾ പ്രൈമറി സെക്ടറും അതുപോലെ തന്നെ സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ ടെറിഷ്യറി സെക്ടർ ഇവയെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യുക. ഒരുമിച്ച് കൂട്ടായ്മയോടെ വർക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ സാമ്പത്തിക വളർച്ച നടക്കുകയുള്ളൂ. മനസ്സിലായല്ലോ? ഈ പ്രവർത്തനങ്ങളൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ സാമ്പത്തിക വളർച്ച നമുക്കുണ്ടാവുകയുള്ളൂ. ഇനി ഒരു ഉദാഹരണം നോക്കാം. നോക്കിയേ. റോ കോട്ടൺ, എ പ്രൊഡക്റ്റ് ഓഫ് പ്രൈമറി സെക്ടർ, ഈസ് എ റോ മെറ്റീരിയൽ ടു ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് റോ കോട്ടൺ എന്താണ്? ഒരു പ്രൈമറി സെക്ടറിൽ നിന്ന് കിട്ടുന്ന ഒരു റോ മെറ്റീരിയൽ ആണ് അല്ലേ. നമ്മുടെ പരുത്തി എന്താണ്? പ്രൈമറി സെക്ടറിൽ ഉണ്ടാക്കുന്നതാണ്, കൃഷിയിടങ്ങളിൽ ഉണ്ടാക്കുന്നതാണ്. അതെന്താണ്? ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയൽ സെക്ടർ അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടറിലേക്ക് എത്തുമ്പോൾ എന്താണ്? അതൊരു റോ മെറ്റീരിയൽ ആവുകയാണ്. നമ്മുടെ പ്രൈമറി സെക്ടറിലുള്ള ഒരു സാധനം സെക്കൻഡറി സെക്ടറിൻ്റെ എന്താവുകയാണ്? റോ മെറ്റീരിയൽ ആവുകയാണ്. ഇനിയോ, ദ സർവീസസ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ആർ എസെൻഷ്യൽ ഫോർ സപ്ലൈയിങ് ദീസ് പ്രൊഡക്ട്സ് ടു കസ്റ്റമേഴ്സ്. പക്ഷേ ഇത് എന്തായിരുന്നു? നമ്മുടെ പരുത്തി എന്തായി? നമ്മുടെ ഒരു ക്ലോത്തായിട്ട് മാറി. പക്ഷെ ആ ക്ലോത്ത് ടെക്സ്റ്റൈലിൽ മാത്രം നിന്നാൽ കാര്യം നടക്കുമോ? ഇൻഡസ്ട്രിയലായിട്ട് നിന്നാൽ മാത്രം നടക്കുമോ കാര്യം? അല്ല. അവ ട്രാൻസ്പോർട്ട് ചെയ്ത് ഓരോ ടെക്സ്റ്റൈൽസിലേക്ക് എത്തിച്ചിട്ട് അവ എന്ത് ചെയ്യണം? ഓരോ കസ്റ്റമേഴ്സിനും, ഓരോ ആൾക്കാർക്കും അല്ലെങ്കിൽ ഓരോ മനുഷ്യനും ലഭ്യത വരണം. അപ്പോഴാണ് ഒരു കാര്യം മുഴുവനായിട്ട് ആവുകയുള്ളൂ. മനസ്സിലായോ? ആദ്യം പരുത്തിയായിരുന്നു. ആ പരുത്തി എന്തായി? ഒരു ക്ലോത്തായി മാറി. ക്ലോത്ത് എന്തായി? അത് ആവശ്യക്കാർക്ക് കൈകളിലേക്ക് എത്തി. അപ്പം 3 മേഖലയിൽ കൂടിയാണ് ഓരോ കാര്യവും നടക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നോക്കിയേ. ലുക്ക് അറ്റ് ദ പിക്ചർ ഡിപ്പെക്റ്റിംഗ് ദ ഇന്റർ റിലേഷൻ എമംഗ് ദീസ് ആക്ടേഴ്സ്. ക്യാൻ യു എലക്ട് ഫ്രം ദ പിക്ചർ ഹൗ ദേ ആർ ഇന്റർ റിലേറ്റഡ്? നോക്കി, അടിയിലൊരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നോക്കിയിട്ട് 3 സെക്ടേഴ്സ് തമ്മിൽ ബന്ധപ്പെട്ടതൊന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം അല്ലേ ആ പിക്ചർ എങ്ങനെയാണെന്ന്. പ്രൈമറി സെക്ടറിൽ എന്താണ് കാണുന്നത്? ഒരു കൃഷിക്കാരനാണല്ലേ. പരുത്തി ഉണ്ടാക്കുന്ന ഒരു കൃഷിക്കാരനെയാണ് നമ്മൾ കാണുന്നത്. അതാണ് പ്രൈമറി സെക്ടർ. അദ്ദേഹം പരുത്തിയൊക്കെ ഉണ്ടാക്കി. ഇനി എന്താണ്? സെക്കൻഡറി സെക്ടറിൽ നമ്മൾ കാണുന്നത് ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ്. ആ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലേക്ക് എങ്ങനെയാണ് ഈ പരുത്തിയൊക്കെ റോ മെറ്റീരിയൽസ് ആയിട്ട് ചെല്ലുകയാണ് അല്ലേ. നമ്മളിപ്പോൾ ഇതിന് മുന്നേ പറഞ്ഞു, എന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. നിങ്ങൾക്ക് പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും ടെറിഷ്യറി സെക്ടറൊക്കെ നിങ്ങളുടെ മനസ്സിലൊന്ന് പതിയാൻ വേണ്ടിയിട്ടാണ് ആവർത്തിച്ച് ഈ പറയുന്നത്. നിങ്ങൾ ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ നിങ്ങളിതൊന്ന് ബൈഹാർട്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. പ്രൈമറി സെക്ടർ പരുത്തിയൊക്കെ ആയി, അദ്ദേഹം പരുത്തിയൊക്കെ ഉണ്ടാക്കി. ഇനി അത് സെക്കൻഡറി സെക്ടറിലേക്ക് എത്തി. അതാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലേക്ക് എത്തി. അവിടുന്ന് അത് ക്ലോത്തായിട്ട് മാറി. ഇനിയോ അത് ട്രാൻസ്പോർട്ട് ചെയ്യാണ്. എവിടേക്ക്? ടെക്സ്റ്റൈൽസിൽ, ഓരോ നാട്ടിലുള്ള ടെക്സ്റ്റൈൽസിലേക്കും ടെറിഷ്യറി സെക്ടറിൻ്റെ കീഴിൽ അത് ഓരോ ടെക്സ്റ്റൈൽ എത്തിക്കുകയാണ് അല്ലേ. എന്നിട്ടോ അവിടെ നിന്ന് നമ്മൾ ആളുകൾ എന്ത് ചെയ്യും? അവിടെ പോയിട്ട് ആവശ്യമുള്ള കസ്റ്റമേഴ്സൊക്കെ അവിടെ പോയിട്ട് വാങ്ങും. അപ്പോഴാണ് ഒരു കാര്യം മുഴുവനായിട്ട് തീരുന്നത്. ഇപ്പം മനസ്സിലായല്ലോ, 3 മേഖലയിൽ കൂടിയാണ് നമ്മുടെ എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസും നടക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നോക്കിയേ. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് CSO has classified the economic activities included in the primary, secondary and tertiary sectors.
നമ്മളെ CSO സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസിനെയും പ്രൈമറി സെക്ടറായിട്ടോ സെക്കൻഡറി സെക്ടറായിട്ടോ അല്ലെങ്കിൽ ടെറിഷറി സെക്ടറായിട്ടോ ഈ 3 സെക്ടേഴ്സിൻ്റെ ഉള്ളിലായിട്ട് എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസിനെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. എന്താണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ സെക്ടേഴ്സിൻ്റെ കീഴിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ദിസ് ഈസ് ഗിവൺ ഇൻ ദ ഫോളോയിങ് ടേബിൾ. ഇനി പ്രൈമറി സെക്ടറിൻ്റെ കീഴിൽ വരുന്ന ആദ്യം നോക്കാം. അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്. എന്താണ് നമ്മുടെ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, കൃഷിയും അതിനോട് സംബന്ധിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും വരുന്നതാണ് പ്രൈമറി സെക്ടർ. പിന്നെ ഫോറസ്ട്രി, എന്താണ് വനപരിപാലനം, പിന്നെയോ ഫിഷിംഗ്, എന്താണ് മത്സ്യബന്ധനം, ഖനനം, മൈനിങ് എന്ന് പറഞ്ഞാൽ ഖനനം, ഇവയൊക്കെ എന്താണ് പ്രൈമറി സെക്ടറിൻ്റെ കീഴിൽ വരുന്നതാണ്. ഇനി സെക്കൻഡറി സെക്ടർ എന്താണ്, ഇൻഡസ്ട്രി, വ്യവസായം, പിന്നെയോ ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുതി ഉൽപ്പാദനം, പിന്നെയോ ബിൽഡിംഗ് കൺസ്ട്രക്ഷനൊക്കെ നമ്മുടെ എന്താണ് സെക്കൻഡറി സെക്ടറിൻ്റെ കീഴിൽ വരുന്നതാണ്. ഇനി ടെറിഷറി സെക്ടർ എന്ന് പറഞ്ഞാൽ ട്രേഡ്, വ്യാപാരം, അതുപോലെ ട്രാൻസ്പോർട്ട്, ഗതാഗതം, പിന്നെയോ ഹോട്ടൽ, കമ്മ്യൂണിക്കേഷൻ, വാർത്താവിനിമയം, പിന്നെയോ പ്രൊക്യൂർമെൻറ്റ്, അത് പറഞ്ഞാൽ സംഭരണം. നമ്മൾ റേഷൻ ഷോപ്പൊക്കെ ഇപ്പോൾ സംഭരിച്ചിട്ടാണല്ലോ നമുക്ക് സാധനങ്ങളൊക്കെ തരുന്നതാണ് സംഭരണം. പിന്നെ ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ സോഷ്യൽ സർവീസ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, ഇവയൊക്കെ വരുന്നത് ടെറിഷറി സെക്ടറിൻ്റെ കീഴിലാണ്. അപ്പോൾ നമ്മുടെ CSO മൊത്തമായിട്ട് എല്ലാ വർക്ക്സും എക്കണോമിക് ആക്ടിവിറ്റീസിൽ വരുന്ന എല്ലാ വർക്ക്സിനെയും എന്തെന്ത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് 3 സെക്ടേഴ്സിൻ്റെ കീഴിലായിട്ട്. അതാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതൊക്കെ. ഇനി എന്താണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്നത് നോക്കാം. എന്താണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, CSO, an ഇൻസ്റ്റിറ്റ്യൂഷൻ, അതൊരു സ്ഥാപനമാണ്. ദറ്റ് വാസ് അണ്ടർ അതൊരു ഒന്നിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. എന്തിൻ്റെ കീഴിലാണ് അത് വർക്ക് ചെയ്യുന്നത്, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ എന്നൊരു സ്ഥാപനത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ചെറിയൊരു സ്ഥാപനമാണ് എന്ത് നമ്മുടെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്നത്. കേന്ദ്ര സ്ഥിതിവിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്നത്. ഇവരുടെ പ്രധാന ഫങ്ഷൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് എന്തൊക്കെയാണ്, കോഓർഡിനേറ്റ് ആൻഡ് അനലൈസ് ഡാറ്റ, എല്ലാ ഡാറ്റകളും അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ കൂട്ടി യോജിപ്പിക്കുക, അതുപോലെ എല്ലാ സ്ഥിതി വിവര കണക്കുകളുണ്ടാവുമല്ലോ അതൊക്കെ വിശകലനം നടത്തുക എന്നൊക്കെയാണ് നമ്മുടെ ഇവരുടെ പരിപാടി. പിന്നെയോ കളക്ട് ഡാറ്റ ഓഫ് ഓൾ സെക്ടേഴ്സ് ആൻഡ് പ്രോസസ് ഇറ്റ് ഫോർ പ്ലാനിങ് പർപ്പസ്, എല്ലാ മേഖലകളിലെയും വിവരങ്ങളുണ്ടാവുമല്ലോ അതൊക്കെ ശേഖരിച്ചിട്ട് എന്ത് ചെയ്യുക, പുതിയ പുതിയ പരിപാടികൾ ചിട്ടപ്പെടുത്തുക. മനസ്സിലായല്ലോ. പിന്നെയോ എസ്റ്റിമേറ്റ് നാഷണൽ ഇൻകം യൂസിങ് ഡാറ്റ, അതുപോലെ തന്നെ ഈ വിവരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ദേശീയ വരുമാനം കണ്ടെത്തുക. Classify the economic activities of reversed table number 1 in the following table. Number 1 table ഏതാണ്, നമ്മൾ ഫസ്റ്റ് ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ടേബിൾ കണ്ടല്ലോ. ഈ ടേബിൾ നോക്കിയിട്ട് 3 സെക്ടേഴ്സിൻ്റെ കീഴിൽ വരുന്ന ഓക്യുപ്പേഷൻസൊക്കെ ടാബുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നോക്കാം. ഫാമിങ് ഏതിലാണ് വരിക, പ്രൈമറി സെക്ടറിൽ. എംപ്ലോയിഡ് അറ്റ് ഹോട്ടൽസ് ഏതിലാണ് വരിക, സർവീസ് സെക്ടർ അല്ലെങ്കിൽ ടെറിഷറി സെക്ടറിൽ. ടീച്ചിങ്ങും ടെറിഷറി സെക്ടറിൽ. എംപ്ലോയിഡ് ഇൻ ഫാക്ടറീസ് വരിക സെക്കൻഡറി സെക്ടറിൽ. ഗവൺമെൻറ് സർവീസ് വരിക ടെറിഷറി സെക്ടറിൽ. മെഡിക്കൽ ഫീൽഡും വരിക ടെറിഷറി സെക്ടറിൽ. ഓക്കെ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും മതി. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ബാലൻസ് എടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.